ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഓർസിനെ പറ്റിയിട്ടാണ്. ഓർസ് എന്ന് പറയുമ്പോൾ ഹീറോസിൻ്റെ എക്യുപ്മെൻറ്റ്സ് ലെവലപ്പ് ആക്കാൻ ഏറ്റവും എസെൻഷ്യൽ ആയ കാര്യമാണ്. കാരണം ഇതിപ്പോൾ ലെവലില്ലെങ്കിൽ ഈ എക്യുപ്മെൻറ്റ്സ് ഒന്നിനും കൊള്ളില്ല. കണ്ടോ ഇതിൻ്റെ ഇപ്പോൾ അത് ഏകദേശം ഉണ്ട്, ഇതിന് 150 ആണ്. ഇത് മാക്സ് ആക്കാനാണ് കുറച്ച് പണി. കണ്ടോ ഇതാണ് ആദ്യം മാക്സ് ആക്കേണ്ടത്. കാരണം ഇതാക്കുമ്പോഴാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം 8 ടാർഗറ്റുകൾ വരും. ഇതിലാക്കിയിട്ട് വലിയ ഉപകാരങ്ങളില്ല. അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഓർസ് എങ്ങനെ ഗ്രൈൻഡ് ചെയ്യാം. ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഇത് 31,000 50,000 ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ഈ ഈ ഓറ് ഷൈനി ഓറ് കിട്ടാൻ ഈസിയാണ്. ഗ്ലോയി ഓറ് കുറച്ച് പണിയാണ്. ഇത് സ്റ്റാറി ഓറ് ഇത് നല്ല പണിയാണ് കിട്ടാൻ. എന്നാൽ ഈ സാധനം 5, 3 വെച്ചിട്ട് കിട്ടുള്ളൂ. ഈ ഗ്ലോയിങ് കുറച്ച് പണിയാണ്. പക്ഷെ ഷൈനി പറഞ്ഞാൽ ചവറ് പോലെ കിട്ടും. ഇത് പെട്ടെന്ന് ഫില്ലാവും ചെയ്യും. അപ്പോൾ ഈ മറ്റേ നോർമൽ എക്യുപ്മെന്റ്സ് ഡെവലപ്പാക്കാൻ ഷൈനിയും ഗ്ലോയും മാത്രം മതി. മറ്റേ സ്റ്റാറി ഓർസ് ഈ സ്പെഷ്യൽ എക്യുപ്മെന്റ്സിനാണ്. ഇത് ഇങ്ങനത്തെ കണ്ടോ, ഈ പർപ്പിൾ കളറിലുള്ളതിനാണ് മറ്റേ സ്റ്റാറി വേണ്ടത്. ബാക്കിയുള്ളതിലൊക്കെ നിങ്ങൾക്ക് ഇത് 2 മതിയാവും. അത് നിങ്ങൾക്ക് പിന്നെയും പെട്ടെന്ന് മാക്സ് ആക്കാൻ പറ്റും. പറഞ്ഞാൽ ഞാൻ കണ്ടില്ല, ഞാൻ ഇത് ഈ ഹീറോന് യൂസ് ആക്കാറ് പോലില്ല. പക്ഷെ ഞാൻ ഇത് വെറുതെ കിട്ടണ ഷൈനി ഇത് കൊണ്ടുകൊണ്ട് ഞെക്കി ഞെക്കി വിട്ടിട്ട് ആക്കിയതാ 17. ഇത് വേണമെങ്കിൽ ഇപ്പോൾ മാക്സ് ആക്കാം. ബട്ട് എനിക്ക് ആ സാധനം ഇഷ്ടമല്ല, ഇതിന് യൂസ് ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇത് ടിപ്സ് പറഞ്ഞുതരാം. 3 ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പരമാവധി സ്റ്റാർ ബോണസ് ഗോളമിലാണ് ഇപ്പോൾ കിടക്കുന്നത്. പുതിയ മറ്റേ റാങ്കിങ് ആണ്. എനിക്കിതിനെ പറ്റി പ്രത്യേകിച്ച് അറിയില്ല. പക്ഷെ അടിയത് ഉണ്ടോ, നമ്മൾ ഇലക്ട്രോക്ക് എത്താൻ നോക്കുക. ഇലക്ട്രോക്ക് എത്തുമ്പോൾ നമുക്ക് ഡെയിലി 1050 ഷൈനി ഓറും 64 ഗ്ലോയി ഓറും കിട്ടും. പിന്നെ 2 മറ്റേ സ്റ്റാറി ഓറും. അപ്പോൾ അതങ്ങനെ കിട്ടും. അത് പറയണത് എന്നും കിട്ടും. അപ്പോൾ എന്നും നമുക്ക് ഇതുണ്ടാക്കാം. അപ്പോൾ അത് ആഴ്ചയിലാവുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കിട്ടും നമുക്ക്. ഒരാഴ്ചയിൽ തന്നെ അത്യാവശ്യം ലെവലപ്പാക്കാൾ കിട്ടും. പിന്നെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ മറ്റേ ഈ വീക്കെൻഡ് റെയ്ഡ് മെഡൽ കിട്ടും നമുക്ക്. ഈ ഇത് കഴിഞ്ഞാൽ ക്ലാൻ ക്യാപിറ്റലിന്റെ ഫൈറ്റ് കഴിഞ്ഞാൽ നമുക്ക് റെയ്ഡ് മെഡൽ കിട്ടും. അത് 1000. നിങ്ങളൊരു നല്ല ക്ലാനിൽ പോയി ചേരുക. ക്ലാനിൽ നിങ്ങൾക്ക് വലിയ നോളജ് ഇല്ലെങ്കിൽ ഒരു കാര്യം നോക്കിയാൽ മതി. ഈ അവസാനം വരെ ഗോബ്ലിമൈന് വരെ മറ്റേ വീടുണ്ട് വിചാരിക്കും. അപ്പം നിങ്ങളുടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലാനാണ്. അപ്പം അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഒരു നല്ല ക്ലാനിൽ കയറുക. അപ്പം നിങ്ങൾക്ക് ആഴ്ചയിൽ തന്നെ 1200 സംതിങ് കിട്ടും. അപ്പോൾ ഇത് അങ്ങോട്ട് ഗ്ലോയിയോർ വാങ്ങാം. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ സ്റ്റാറിയോർ വാങ്ങാനാണ് ഏറ്റവും ബെറ്റർ. സ്റ്റാറിയോറാണ് കിട്ടാൻ പണി. പക്ഷെ ഇപ്പോഴത്തെ അപ്ഡേറ്റിൽ 2 വെച്ച് കിട്ടുന്നുണ്ട്. ഇപ്പോൾ 2 വെച്ചിട്ട് പറഞ്ഞാൽ അങ്ങോട്ട് എത്തിക്കാനാ. 2 വെച്ച് കിട്ടുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമുക്ക് ദിവസം 2 വെച്ച് കിട്ടുകയാണെങ്കിൽ ആഴ്ചയിൽ 14 കിട്ടുമല്ലോ. അപ്പം മെല്ലെ മെല്ലെ നമുക്ക് ഡെവലപ്പ് ആക്കാം. മൂന്നാമത്തെ അവസാനത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ മറ്റേ വാർ കളിക്കുക. ഒരു ദിവസം നമുക്ക് 2 ദിവസം 3 ദിവസം കൂടുമ്പോഴാണ് വാർ വരിക. അപ്പം എല്ലാ വാറിലും പങ്കെടുക്കുക. നിങ്ങളുടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലാൻ ആയിരിക്കും. അപ്പം മിക്ക വാറ് ജയിക്കും. ഓരോ വാറ് ജയിക്കുമ്പോൾ നമുക്ക് കിട്ടണത് ടൗൺ ഹാൾ അനുസരിച്ച് 2000 ഷൈനിയോറും 60 ഗ്ലോയിയോറും ആണ്. അത് നമുക്ക് ഇതിന് എക്സസ് ആയിട്ട് കിട്ടണത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ടിപ്പിലുണ്ടല്ലോ, കണ്ടോ, എനിക്ക് ഇപ്പോഴാണ് മറ്റേ ഇത് കയറിയത്, ആ റെയ്ഡ് മെഡൽ. അത് എൻ്റെ അടുത്ത് എത്ര ഉണ്ടായിരുന്നു നേരത്തെ? എത്ര 100 ആയിരുന്നില്ലേ? 1300 ആയിരിക്കണം. എനിക്കിപ്പോൾ ഞാൻ വാങ്ങുകയാണെങ്കിൽ ഇതാണ്ടോ, ഇതാ വാങ്ങാറുള്ളൂ. ഇതാകുമ്പോൾ 10 കിട്ടി നമുക്ക്. അതൊരു പറഞ്ഞ എനിക്കിപ്പോൾ ആവശ്യം മറ്റേ സ്റ്റാറിയോറാണ്. അത് നിങ്ങളുടെ ആവശ്യം അനുസരണം അവിടെ പോയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാം. ഇത് ആഴ്ചക്ക് ആഴ്ച കിട്ടുന്നതുകൊണ്ട് ഇതൊരു നല്ല അഡ്വാൻറ്റേജ് ആണ്. ഇനി ഒരു ബോണസ് ടിപ്പ് കൂടി പറഞ്ഞില്ല. അത് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പക്ഷെ ആരുടെ അവനെ പറഞ്ഞു കൊടുത്തിട്ടുമില്ല. പിന്നെ ആരും പറയുന്നത് കേട്ടിട്ടില്ല. ഈ നിങ്ങൾ ടൗൺ ഹാൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിന്റെ 2 ദിവസം മുമ്പ് കളി നിർത്തുക. കളി നിർത്തുക പറഞ്ഞാൽ സ്റ്റാർ ബോണസിന് കളിക്കരുത്. അപ്പോൾ 2 സ്റ്റാർ ബോണസ് സ്റ്റാക്ക് ആവും. എന്നിട്ട് നമ്മൾ ടൗൺ ഹാൾ അപ്ഗ്രേഡ് ചെയ്യുക. ടൗൺ ഹാൾ അപ്ഗ്രേഡ് ചെയ്തിട്ട് വിചാരിക്കും, ഇതിപ്പോൾ അപ്ഗ്രേഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 4x സ്റ്റാർ ബോണസ് കിട്ടും. 4x സ്റ്റാർ ബോണസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മറ്റേ ടൈറ്റനിലാണ് നിൽക്കണായിരിക്കും. ഇതിൽ 4 ഇരട്ടിയാണ് കിട്ടത്. 4 ഇരട്ടി, അതും 64ന്റെ 4 ഇരട്ടി പറഞ്ഞാൽ 200 ആയി. 200, 200, 400 പറഞ്ഞാൽ 2 സ്റ്റാക്ക് ആവുണ്ടല്ലോ. അപ്പോൾ 4 × 2 ഇപ്പോൾ 8000 മറ്റേ ഷൈനിയോറും കിട്ടും, 400 ഗ്ലോയിയോറും. അത് ഒറ്റയടിക്ക് കിട്ടും ആ ഒരു ദിവസം. പിന്നെ നിങ്ങൾക്ക് ഒരു 4 ദിവസം ഇതിന്റെ ഇരട്ടിയായിട്ട് കിട്ടും. പറ 4000, 4000 അങ്ങനെ വെച്ചിട്ട്. അതപ്പോൾ അത് സ്റ്റാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം കൂടി കൂടുതൽ കിട്ടും. അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്യുക.
എന്തായാലും ഇപ്പോ മറ്റേ ഹാമർ ജാം നടക്കല്ലേ. അപ്പോ വാൾസ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈമാണ്. പറഞ്ഞാൽ ഇത് 4 മില്യന്റെ വാളാണ് എനിക്ക് 2 മില്യണിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഏറ്റവും ഒരു ബെസ്റ്റ് ആർമി കോമ്പോ കൂടി പറഞ്ഞുതരാം സിമ്പിളായിട്ട്. ഈ 2 ഇത് നമ്മൾ മറ്റേ ഇത് ചെയ്ത് വെക്കുക, അപ്ഗ്രേഡ് ചെയ്ത് വെക്കുക പറഞ്ഞാൽ ഇതിന് 25,000 വെച്ച് ഡാർക്ക് എലിക്സർ കൊടുക്കണം. അപ്പോൾ 50,000 ഡാർക്ക് എലിക്സർ അത് കൊടുക്കുക. അതിപ്പോൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്, അത് നല്ല ലാഭമാണ്. പക്ഷെ അതിൽ നിന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു 8 സൂപ്പർ വോൾ ബ്രേക്കർ വെക്കുക, ബാക്കി മൊത്തം സ്നീക്കി വെക്കുക. പിന്നെ 2 ഇൻവിസിബിലിറ്റി സ്പെല്ല്, അത് നമുക്ക് ടൗൺ ഹാൾ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഹേസ്റ്റ് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓടിപ്പോവാൻ. പിന്നെ ഇത് ചാടാൻ, അത് 2. പിന്നെ ഇത് നമുക്ക് ടൗൺ ഹാൾ എടുക്കാനാണ് മെയിൻലി ഈ റേജ് സ്പെല്ല്. പിന്നെ ബാക്കി ഇത് 2 നിങ്ങൾക്ക് ഇത് 2 വെക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഉപയോഗിക്കുക. അപ്പൊ ഞാനിത് ഉപയോഗിച്ച് കാണിച്ചു തരാം സിമ്പിളായിട്ട്. ഇത് നല്ല ലൂട്ടുള്ള ബേസ് ആണെങ്കിൽ നമുക്ക് നല്ല വര സുഖമായിട്ട്. മറ്റേ നമ്മൾ ടൗൺ ഹാൾ എടുക്കണ ട്രോഫി പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ ട്രോഫി ഇങ്ങനെ കുറഞ്ഞു പോകും. ഇതെന്ത് പൊട്ട ബേസ് ഇടാ. നല്ല ബേസ് അല്ലേ കൊണ്ട് ഒരു 800K അത് മതി. ഇപ്പൊ വീടെടുക്കുമ്പോ പൊട്ട ബേസ്. ഇത് കുഴപ്പമില്ല. ഇതെങ്ങനെയാണ് ഇതെടുക്കാം. ഇതിങ്ങനെ എടുക്കുക, ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഇടുക. ഇതുണ്ടല്ലോ, ഈ ഒരെണ്ണം തന്നെ ഈ ഒരു സാധനം ഫുള്ള് എടുക്കും. ഈ കളക്ടറിന് ഇത് ഒരെണ്ണം മതി. പിന്നെ വലിയ സാധനം ആണെങ്കിൽ 2-3 മതിയാവും എടുക്കാൻ. ഇതിപ്പോ ഇങ്ങനെ എടുത്തു, എന്നിട്ട് ഇതിങ്ങനെ ഇത് 2 വെക്കുക, വാള് പൊട്ടിക്കുക. പിന്നെ ഇവിടെയും വെച്ചു അങ്ങനെ. ഇതാകുമ്പോ വലിയ പണിയിട്ട് ഇതിങ്ങനെ ഇങ്ങനെ കളിച്ചാൽ ഇത് ഇങ്ങനെ കളിച്ചിട്ട് പിന്നെ ഇത് ശീലായിക്ക് കളിച്ചിട്ട് ഫുൾ ടൈം ഇതാകുമ്പോ വലിയ പണിയില്ല. ഇങ്ങനെ ഇട്ടോണ്ടിരുന്നാ മതി, അവരെന്നെ പോയെടുത്തോളും. ഇത് മറ്റേ പോയിസൺ സ്പെല്ല് ഉണ്ടല്ലോ ഇവിടെ, സീനില്ല. പിന്നെ വെറുതെ തീറ്റുവാൾ ഇങ്ങനെ ഇട്ടോണ്ട് പോവുക, പിന്നെ വെറുതെ ഒരു സ്ഥലത്ത് ഇടുക. എന്നിട്ട് ഇങ്ങനെ വെക്കുക, ജംപ് സ്പെല്ല് എന്നിട്ട് ഞാൻ കാണിച്ചിട്ട്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ട്രിക്ക്. ടൗൺ ഹാൾ എടുക്കണ എന്തിനാ അറിയോ? നമ്മുടെ മറ്റേ ട്രോഫി കൗണ്ട് കുറയില്ല. ഇങ്ങനെ കറക്റ്റ് ടൈമിൽ ഉപയോഗിക്കുക. ഒരു റേജ് വിട്ട ആണ്ട് എടുത്ത് കണ്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ തന്നെ ബാക്ക് അടിക്കുക, അല്ലെങ്കിൽ ഒരു 50% നമ്മുടെ ഹീറോസ് അവിടെ കടന്ന് ആറാടുണ്ട്, ആരും ഒന്നും ചെയ്യൂല. ഇതും ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇപ്പോ കിങ്ങിന്റെ എബിലിറ്റി ഉണ്ട്, അതിൽ ഏകദേശം അത്യാവശ്യം നല്ല കിട്ടും. അവിടെ RC എത്തല്ലോ, കിങ് ഉപയോഗം എന്നിട്ട് മറ്റേ സാധനം ഉപയോഗിക്കും. നമുക്കിപ്പോ 50 കിട്ടിയില്ല, 50 മതി. 50% കിട്ടി. സത്യം പറഞ്ഞാൽ ഇതിപ്പോ ഞാൻ ഇതിൽ സൈൻ ചെയ്തിട്ടില്ല ടൂർണമെന്റ്, അത് കാരണം ട്രോഫി കൂടാത്ത. അത് സൈൻ ചെയ്തിട്ട് നാളേക്ക് ആവുള്ളൂ. അപ്പൊ അങ്ങനെ ട്രോഫി പുഷിങ്ങും ചെയ്യാം. ട്രോഫി പുഷിങ് ഇതിൽ നടക്കില്ല, നമുക്ക് ലൂട്ട് പുഷ് ചെയ്യാം, ട്രോഫി മൈനസ് ആക്കണ്ടേ. ട്രോഫി പുഷിങ്ങിന് ഞാൻ പറഞ്ഞ ഈ സാധനം തന്നെ ഉപയോഗിക്കുക. എന്റെ ഈ സ്ട്രാറ്റ് ഇതന്നെ ഉപയോഗിക്കുക. ഇത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം അതിനെ പറ്റിയിട്ട് ഫുൾ ഡീറ്റെയിൽസ്. ഇപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക. പിന്നെ എല്ലാവരും കമന്റ് അടിക്കുക. അതിൻ്റെ പുറത്ത് ഒരു വോൾ കാണാമല്ലോ. അപ്പം എല്ലാവരും കമന്റ് അടിക്കുക. കമന്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ എന്താണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമന്റ് അടിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് അടിച്ചാൽ മതി. ഇനിയും ഇതേപോലത്തെ കണ്ടന്റ്സ് വരും. അപ്പോൾ സബ്സ്ക്രൈബും കൂടി അടിച്ചോളി. ബൈ, സീ യു ലേറ്റർ. അടുത്ത കണ്ടന്റ് നോക്കട്ടെ.